ഓക്കെ, നെക്സ്റ്റ് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെബി ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആഫ്റ്റർ ഇനി പബ്ലിക് ഇഷ്യൂ ഓർ റൈറ്റ് ഇഷ്യൂ ഈസ് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് നമ്പർ ഓഫ് no bonus issue shall be made which will dilute the value of the rights of the holders of debenture convertible fully or partly. അതായത് ഇപ്പം നമ്മൾ ഈ ഡിബഞ്ചർ ഫുള്ളി കൺവേർട്ടബിൾ ഉണ്ടാവും, അതേപോലെ തന്നെ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, അതായത് ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാല്യൂഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുള്ള റിസർവ്സ്, അത് റീവാല്യൂ ചെയ്തിട്ട് വരുന്നതിനുള്ള പ്രോഫിറ്റ്സ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട്, അത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് the company has not defaulted in payment of interest or principal in respect of fixed deposits or debt securities issued by it. അതായത് ഇപ്പം നമ്മൾ ഡിബഞ്ചറിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് അതിനൊന്നും എന്ത് വരാൻ പാടില്ല, വീഴ്ച വരുത്താനായിട്ട് പാടില്ല. കാരണം നമ്മളിങ്ങനെ ഒരു ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ വരുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിനൊക്കെ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വീഴ്ച വരുത്താനായിട്ട് പാടില്ല. ഇത് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹാസ് നോ ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് എക്സെട്ര. അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നുവെച്ചപ്പോൾ നമ്മൾ എംപ്ലോയീസിന് അതിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എംപ്ലോയീസിനുള്ള ബോണസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മളൊരു ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നത് a company which announces its bonus issue after the approval of the board of directors must implement the proposal within a period of 6 months from the date of such approval. അതായത് ഇപ്പം കമ്പനി, ഞാൻ പറഞ്ഞു, ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, ജനറൽ മീറ്റിങ്ങിൽ അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്ത അന്ന് മുതൽ ആ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അപ്രൂവൽ എന്നാണ് പറയുന്നത്. ആ അപ്രൂവലായിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടായിരിക്കണം, നമ്മുടെ കമ്പനി ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് ദ ബോണസ് ഷെയർ ഷാൾ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ഡ്യൂ ഓഫ് ഡിവിഡൻഡ്. അതായത് ഒരു ഡിവിഡൻറ്റിന് പകരമായി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബോണസ് ഷെയർ ശരിക്കും ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഇല്ല, അത് വരുമ്പോൾ നമ്മൾ കുറച്ച് സർക്കംസ്റ്റാൻസസ് പറഞ്ഞിരുന്നത്, കമ്പനിയുടെ കയ്യിൽ ഹ്യൂജ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും റിസർവ്സും ഒക്കെ ഉള്ള സമയത്ത്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ക്യാഷ് റിസർവ് ഇല്ലാതെ, അതായത് ക്യാഷ് ഇല്ലാതിരിക്കുമ്പം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റും തമ്മിലൊന്ന് ബാലൻസ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിന് പകരമല്ല എന്നാണ് പറയുന്നത്, ഡിവിഡൻറ്റിന് പകരമല്ല. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും എന്ത് കൊടുക്കണം, ഡിവിഡൻറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഡിവിഡൻറ്റിന് പകരമായിട്ടല്ലാതെയാണ് ശരിക്കും ബോണസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഡിവിഡൻറ്റിന് പകരമല്ല. എന്താണ് നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുന്നത് വേറെ, ഡിവിഡൻറ്റ് വേറെ. അതായത് ബോണസ് നമ്മൾ ക്യാഷായി കൊടുക്കുന്നതിന് പകരം എന്തായിട്ട് കൊടുക്കുന്നു, ഷെയർ ആയിട്ട് കൊടുക്കുന്നു, അല്ലാണ്ട് ഡിവിഡൻറ്റിന് പകരമല്ല
ബോണസ് എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് ആയിട്ട് തന്നെ, കാരണം അവരുടെ മേജർ അതിൽ നിന്നുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡാണ്. അപ്പം ഡിവിഡൻഡ് എന്തായിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ എന്താണ്, പിന്നെ അതിനെ നമുക്ക് ഹ്യൂജ് എമൗണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ കൂടുതൽ ഉണ്ടാവും, നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ആ ഹ്യൂജ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നമ്മൾക്ക് അക്കൗണ്ടിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും എന്തിന് പകരമല്ല എന്ന് പറയുന്നത്, ഷാൾ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡിന് പകരമായിട്ടാവരുത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ക്യാഷ് ബോണസ് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുന്നു, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, വൺസ് ദ ഡിസിഷൻ ടു മേക്ക് എ ബോണസ് ഇഷ്യൂ ഇസ് അനൗൺസ്ഡ് ദ ഇഷ്യൂ കനോട്ട് ബി വിത്ഡ്രോൺ. നമ്മളൊരു പ്രാവശ്യം ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അപ്രൂവൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിത്ഡ്രോ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം പിന്നെ നമ്മളത് ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത്, if the subscribed and paid up capital exceeds the authorized capital as a result of bonus issue. അപ്പോൾ നമുക്ക് മാക്സിമം പോയാൽ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരെ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വരാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ വരാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കുമ്പം ഓൾറെഡി ഉള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ എന്ത് വരാൻ പാടില്ല, സബ്സ്ക്രൈബ്ഡ് ഓർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ നമ്മൾ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്തായിരിക്കണം, പാസ്സാക്കണം എന്നാണ് പറയുന്നത്. ദെൻ എ റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ് ബൈ ദ കമ്പനി അറ്റ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് ഫോർ ഇൻക്രീസിങ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും വരാൻ പാടില്ല. അപ്പം നമ്മൾ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൂടുമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമ്മളൊരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ട് എന്തായിരിക്കണം, അവിടെ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ അവിടെ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സെബി ഗൈഡ് ലൈൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫണ്ട്സ് ഓർ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. നമുക്ക് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സോഴ്സസ് നോക്കാം. ഓക്കെ, ഫണ്ട്സ് ഓർ സോഴ്സസ് ഫോർ ബോണസ് ഇഷ്യൂ. ഇപ്പം ബോണസ് ഇഷ്യൂയുടെ സോഴ്സസ് അല്ലെങ്കിൽ ഫണ്ട്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആക്ട് പ്രകാരം സെക്ഷൻ 63 സബ്സെക്ഷൻ 1 സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിൽ വരുന്നത് മേജറായിട്ട് 2 സോഴ്സസ് ആണ്. വൺ ഈസ് റവന്യൂ റിസർവ്സ് ഓർ പ്രോഫിറ്റ്, ദെൻ അനദർ വൺ ഈസ് ക്യാപിറ്റൽ റിസർവ്സ് ഓർ പ്രോഫിറ്റ്. നമുക്ക് റവന്യൂ റിസർവ്സും ഉണ്ട്, ക്യാപിറ്റൽ റിസർവ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ക്യാപിറ്റൽ റിസർവ്സ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ റിസർവ്സ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജനറൽ റിസർവ്സ് ഒക്കെ റവന്യൂ റിസർവ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം റവന്യൂ റിസർവ്സ് ഓർ പ്രോഫിറ്റിൽ വരുന്ന സോഴ്സസ് ഏതൊക്കെയാണ്. ഒന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണല്ലോ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ലാബിലിറ്റി സൈഡിൽ കൊടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് പറയുന്ന ക്രെഡിറ്റ് ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനറൽ റിസർവ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ്, ഒരു ഐറ്റം. അതാണ് നമ്മൾ റവന്യൂ റിസർവ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഫോർ ദ റിഡംഷൻ ഓഫ് എ ലാബിലിറ്റി. നമ്മൾ ഡിബെഞ്ചർ റിഡംഷനൊക്കെ വേണ്ടിയിട്ടുള്ള സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, അതാണ് പിന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സാണ് അല്ലെങ്കിൽ മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ റിഡംഷൻ ലാബിലിറ്റി കഴിഞ്ഞതിന് ശേഷം വരുന്ന ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ റിസർവ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റവന്യൂ റിസർവ്സ് ഓർ പ്രോഫിറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ്സ് ഓർ പ്രോഫിറ്റ്.
കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് പ്രയർ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ ഇൻകോർപ്പറേഷന് മുന്നേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ് പ്രോഫിറ്റ് പ്രയർ ഇൻകോർപ്പറേഷൻ. ഇത് ക്യാപിറ്റൽ റിസർവ് ആണ്. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഇഷ്യൂ, ആ ഒരു ബാലൻസ് നമുക്ക് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റ്സ് വിറ്റതിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ ബാലൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് നോട്ട് ചെയ്യുക. ആ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് അതായത് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, നമുക്ക് പ്രിഫറൻസ് ഷെയർ തിരിച്ചു കൊടുക്കാൻ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നുള്ളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനുള്ള സോഴ്സാക്കി ട്രീറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി. നമ്മൾ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ ബാലൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാനുള്ള സോഴ്സാക്കി അല്ലെങ്കിൽ ഫണ്ടായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രത്യേകത തന്നെ നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നുള്ള ബാലൻസ് നമ്മൾ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യില്ല. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഇഷ്യൂ ഉണ്ട്, ഷെയർസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റിസർവിൽ പറഞ്ഞിട്ടുള്ള ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അല്ലാതെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസിന് എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ റവന്യൂ റിസർവ്സിനും അതേപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ്സിനും എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് അല്ലെങ്കിൽ സോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ ആണ്. Okay, there are two types of bonus issue. First one is fully paid bonus shares and partly paid bonus shares. Fully paid bonus shares എന്ന് പറഞ്ഞെങ്കിൽ when bonus shares are distributed free of cost in proportion of holding, it is called fully paid bonus shares. അതായത് നമ്മൾ എന്താണ് ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ കോസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ, അവരുടെ അടുത്ത് ക്യാഷ് ഒന്നും വാങ്ങാതെ നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയർസ് ആണ് എന്താ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ബോണസ് ഇസ് അപ്ലൈഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇസ് കോൾഡ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് എന്താണ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ ആ പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ഷെയർസ് ആണെന്ത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം വെൻ ബോണസ് ഷെയർ ഈസ് അപ്ലൈഡ്, ഇവിടെ ബോണസ് ഷെയർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്, ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. അതായത് ഓൾറെഡി ഉള്ള പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ബോണസ് ഷെയർസ് ഉണ്ടെങ്കിൽ അത്തരം ബോണസ് ഷെയർസ് ആണ് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ബോണസ് ഇഷ്യൂവിൽ എന്തൊക്കെയാണ് ജേർണൽ എൻട്രീസ് വരുന്നതാണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.